ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാവ് ബജിയാണ്. പാവ് ബജി എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയിലെ ഒരു സ്ട്രീറ്റ് ഫുഡാണ്, ഒരു ഫാസ്റ്റ് ഫുഡാണ്. പാവ് ബജിയിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ചീസ് പാവ് ബജി, പനീർ പാവ് ബജി, ബട്ടർ പാവ് ബജി, മഷ്റൂം പാവ് ബജി, അങ്ങനെ പല ടൈപ്പുണ്ട്. അതിൽ കോമൺ ആയിട്ടുള്ളതാണ് ബട്ടർ പാവ് ബജി. ബട്ടർ പാവ് ബജിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ മിക്ക ഹോട്ടലുകളിലും ഉണ്ട്. അപ്പോൾ നമുക്കത് വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ തക്കാളി എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, 3 സവാള, മല്ലിയില, പിന്നെ പാവ് ബജി മസാല. പാവ് ബജി മസാല ഇവിടുത്തെ ഒരു കമ്പനിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നാട്ടിൽ എവറസ്റ്റിൻ്റെ കിട്ടും. പിന്നെ പച്ച ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കോളിഫ്ലവർ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും പച്ച ഗ്രീൻ പീസും കൂടെ കുക്കറിൽ വേവിക്കണം, നല്ലോണം ഉടച്ചെടുക്കണം. ആദ്യം തന്നെ നമുക്ക് ഫ്ലവറും പൊട്ടറ്റോയും ഗ്രീൻ വേവിച്ചെടുക്കാം. പാകത്തിന് വെള്ളമൊഴിച്ച് ഇവിടെ ഒരു 5 വിസിലാണ് എടുത്തത്. നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് നിങ്ങളുടെ കൈവശമുള്ളത് എങ്ങനെയാണ് വേവുന്നതെന്നനുസരിച്ച് വേവിച്ചെടുക്കാം. നല്ലോണം ഉടച്ചെടുക്കണം. ഇതേ കണ്ടോ, ഈ ഒരു പരുവത്തിന് നല്ലോണം ഉടയ്ക്കണം. ഈ ഒരു പരുവത്തിന് റെഡിയാക്കി എടുക്കണം. നല്ലോണം ഉടച്ചെടുക്കണം. ഇനി അടുത്തായിട്ട് ഒരു കടായി വയ്ക്കുക. കടായി ഒന്ന് ചൂടായതിനു ശേഷം നമ്മുടെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എണ്ണയൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കുക. 3 സവാള എടുത്തത്, അതിലൊരു പകുതി 3/4 ഭാഗം ആഡ് ചെയ്താൽ മതിയാവും. നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക സവാള. അതിനുശേഷം പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. സവാള വേവാനായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്യുക. നല്ലോണം അതിൻ്റെ പച്ചമണം പോകുന്നോടം വരെ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചില്ലായിരുന്നു തക്കാളി, അത് ഒന്ന് പേസ്റ്റ് ചെയ്യുക, പ്യൂരി ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. മിക്സിയിലിട്ട് അരച്ചെടുത്താൽ മതി. ആഡ് ചെയ്യുക. നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം വെച്ചിരുന്ന 2 പാക്കറ്റ് പാവ് ബജി ഉണ്ട്, 2 പാക്കറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ചെറിയ പാക്കറ്റ് ആയതുകൊണ്ടാണ് 2 പാക്കറ്റ് ആഡ് ചെയ്തത്. ഇതിനകത്തൊരു 4.5 സ്പൂൺ ഉണ്ടാവും. 4.5 സ്പൂൺ നമുക്ക് വേണ്ടി വരും. ഞാനിവിടെ ഉരുളക്കിഴങ്ങൊക്കെ കൂടുതൽ എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ 4.5 സ്പൂൺ വേണ്ടി വരും. പിന്നെ കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യണം. എരിവില്ലാത്ത മുളക് പൊടിയാണ്. നമ്മുടെ പാവ് ബജി മസാലയ്ക്ക് ഓൾറെഡി എരിവുണ്ട്, അതുകൊണ്ട് എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്തത്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പൊട്ടറ്റോവും ഫ്ലവറും ഗ്രീൻ പീസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഉടച്ചതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഒരു 4 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഒരു കോളിഫ്ലവറിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ക്യാപ്സിക്കവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ വിസിലെടുക്കുമ്പോൾ. അതിനുശേഷം പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം സവാളയ്ക്ക് കുറച്ച് ഉപ്പിട്ടായിരുന്നു, അതനുസരിച്ച് നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ബട്ടറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ അത് നോക്കി പാകത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് ലൈറ്റായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ചൂടാക്കുന്നത് നല്ലതായിരിക്കും. നേരത്തെ ഉണ്ടാക്കി വെച്ചെങ്കിൽ കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ചൂടാക്കി കഴിക്കുന്നത് നല്ലതായിരിക്കും, ടേസ്റ്റി ആയിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.